മതേതര കേരളത്തിൻ്റെ മനസ്സാക്ഷിക്കേറ്റ മുറിവായിരുന്നു കാഫിർ വിവാദം. ഒരു സമുദായത്തെ മുഴുവൻ ചോദ്യത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാഫിർ വിവാദം സ്ക്രീൻഷോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ഉറവിടം എന്താണ്, അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ CPMൻ്റെ സംസ്ഥാന സമിതി അംഗമായ KK ലതിക പോലും ആ പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ മുഴുവൻ പുറത്തു കൊണ്ടുവരേണ്ടത്, അതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഇത് കഴിഞ്ഞ ദിവസം കോടതിയിൽ കേരള പോലീസിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം മുസ്ലിം ലീഗ് പ്രവർത്തകരല്ല അതിൻ്റെ പിന്നിലെന്നും പിന്നെ ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുമുള്ള സത്യാവസ്ഥ കേരളത്തിലെ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇതൊരു പിതൃത്വമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ വേണ്ടി പാറക്കൽ അബ്ദുള്ളയും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും ഒക്കെ ശക്തമായിട്ട് രംഗത്ത് വന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇന്നും അനാഥത്വമിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി പോകുമായിരുന്നു. ഉത്തരത്തിനാണ് ഇന്ന്